ഷാരോൺ വധക്കേസ് ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷന് നോട്ടീസ്. പാറശാല ഷാരോൺ വധക്കേസിൽ കുറ്റവാളി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. അപ്പീലിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ. കേസിൽ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി കോടതി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു. തെളിവ് നശിപ്പിച്ചുവെന്ന കുറ്റത്തിന് നൽകിയ 3 വർഷം ശിക്ഷാവിധിയാണ് മരവിപ്പിച്ചത്. തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ലെന്നും ഗ്രീഷ്മ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വാദിച്ചു. വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. ജ്യൂസിൽ പാരസെറ്റമോൾ മിക്സ് ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടില്ല. തെളിവുകളില്ലാതെയാണ് വിചാരണ കോടതിയുടെ വിധി. പ്രോസിക്യൂഷൻ കേസിന് വിരുദ്ധമാണ് കേസിലെ വസ്തുതകളെന്നും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഷാരോണിന്റെ രക്തസാമ്പിളിൽ നിന്ന് വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല. വിഷം ഉള്ളിൽ ചെന്നത് മൂലമാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. ഷാരോണിനെ കൊല്ലണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. വിവാഹത്തിന് ഷാരോൺ തടസ്സമായിരുന്നുവെന്ന കണ്ടെത്തൽ തെറ്റാണ്. ഗ്രീഷ്മയും അമ്മാവനുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന വാദം പ്രോസിക്യൂഷനിലില്ല. കേസിന്റെ കണ്ണികൾ കൂട്ടിച്ചേർത്ത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. കഷായം നൽകി എന്നതിന് സാഹചര്യ തെളിവുകളില്ല. വധശിക്ഷ നൽകിയ നടപടി തെറ്റാണെന്നും അപ്പീലിൽ ഗ്രീഷ്മ അറിയിച്ചു. ജനുവരി 20-നാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഷാരോൺ വധക്കേസിൽ വിധി പറഞ്ഞത്. പ്രതിയായ ഗ്രീഷ്മയെ മരണം വരെ തൂക്കിക്കൊല്ലാനായിരുന്നു ഉത്തരവ്. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും വിധിക്കുകയായിരുന്നു.